എഴുന്നേറ്റ് നോക്കാം. ഇവിടെ നിന്ന് ആരും കാണുന്നില്ലല്ലോ. എന്തായിരിക്കും സൗണ്ട്? തല കിടന്ന് ഉറങ്ങാം. ഓ, രാവിലെ ആയോ? അടുക്കള ജോലി ചെയ്യട്ടെ. എത്ര മണിയായി? 5 മണി ആയതേ ഉള്ളൂ. മീൻ വാങ്ങിച്ചില്ലേ? അത് ഫ്രിഡ്ജിന്റെ തിരിപ്പുണ്ടല്ലോ. മീൻകറി ഉണ്ടാക്കാം. മീൻകറിയും പിന്നെ വറുത്ത മീൻ ഉണ്ടാക്കാം. മക്കൾക്ക് വറുത്ത മീൻ. മീനെടുത്തിനത് വെട്ടട്ടെ. ഓ, മീൻ വെട്ടി കഴിഞ്ഞു. മീൻ വറുത്തതും കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാം. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ഓ, മീൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ. അതൊന്നൊരു സൗണ്ട് കേട്ടെ. ചിലപ്പോ തോന്നിയതായിരിക്കും. ഇനി പാത്രം കഴുകട്ടെ. ഞാൻ ലാലലാലെന്ന് വെച്ചില്ലേ? ഇതിപ്പോ ആരാണ് ലാലലാന്ന് വെച്ച്? ചിലപ്പോ രമേശേട്ടന്റെ മക്കളെ വല്ലതും ആയിരിക്കും. രമേശേട്ടാ, ഓടിവാ. എന്താണ് ഞാൻ പല്ല് തേക്കാൻ പോവുകയായിരുന്നു. ആരാണോ? ഞാൻ വെള്ളപ്രേതം. എവിടുത്തെ വെള്ളപ്രേതമാ? അപ്പുറത്തെ വീട്ടിലെ വെള്ളപ്രേതമാ. എന്തോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അപ്പുറത്തെ വീട്ടിലെ പ്രേതം അപ്പുറത്ത് ഇരിക്കണ്ടേ? ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നിന്നൊക്കെ ശരിയാക്കി തരാടാ. എന്നെ കളിയാക്കുന്നല്ലേ? അയ്യോ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തോ ശക്തി എന്നെ തടയുന്നു. പൊട്ട, എന്റെ കഴുത്തില് ഗുരുവായൂരമ്പലത്തില് ലോക്കറ്റ് എന്റെ കഴുത്തിൽ കിടക്കുന്നത്. ഇപ്പൊ നീ എങ്ങനെ എന്നെ തൊടും? അതല്ലേ നിന്നോട് ധൈര്യത്തിൽ പറഞ്ഞ. അല്ലെങ്കിൽ ഇപ്പഴേ ഞാൻ ഓടി കണ്ടെത്തി പോയി വീണാനെ. പൊന്നുമാനി, നീ അപ്പുറത്തെ വീട്ടിൽ പൊക്കോ. ചായ വേണോ? കുറച്ചുകൂടെ കഴിഞ്ഞ് കൊണ്ട് തരാം ഞാൻ. അയ്യോ, ഓടിക്കോ. ഓ, രക്ഷപ്പെട്ടു. ഇന്നെന്താണ് കഴിക്കാനുള്ളേ? വെള്ളദോശയും മീൻകറിയും. മക്കൾക്ക് വെള്ളദോശയും മീൻ വറുത്തതും. ആയാ? വിശക്കുന്നു. ഇല്ല രമേശേട്ടാ, മീൻ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഞാൻ അടുത്ത് വറുത്ത് കറിയും വെക്കണം. നാമ്പ വിളിക്കണേ. വിളിക്കാം. ഞാൻ പോയി പല്ല് വെച്ചിട്ട് വരട്ടെ. ശരി. ജോലികൾ ചെയ്യട്ടെ.